ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 4ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിൻ്റെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ചോദ്യ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം, ഉത്തരങ്ങളൊക്കെ പഠിക്കാം. പിന്നെന്താണ്, നമ്മൾ ഉലൂമുദ്ദീനിൻ്റെ 13 പാഠഭാഗങ്ങളുടേത് ഉൾപ്പെടുന്ന ഒരു ചോദ്യപേപ്പർ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്താം. ഇത് നമുക്ക് എത്ര പാഠത്തു നിന്നാണ് വന്നതെന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഒന്നാമത്തെ ചോദ്യം എന്താണ്? മുർസലുകളുടെ എണ്ണം. മുർസലുകളുടെ എണ്ണം എത്രയാണ്? 313 313. മുർസലുകളുടെ എണ്ണം 313. അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മസ്ജിദ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തി. എത്ര വർഷമായിരുന്നു? 3 വർഷമാണ് രഹസ്യ പ്രബോധനം നടത്തിയത്. അല്ലാഹു തആലയുടെ സിഫത്തുകൾ. അല്ലാഹു തആലാക്ക് 41 സിഫത്തുകളുണ്ട്. വാജിബ് ചോദിച്ചാൽ 20, മുസ്തഹിൽ ചോദിച്ചിട്ടാണെങ്കിൽ 20, ജായിസ് 1, ഒട്ടാകെ 41. അടുത്തത്, അല്ലാഹു തആലയുടെ സൈന്യം. അല്ലാഹു തആലയുടെ സൈന്യമാണ് മലക്കുകൾ. അല്ലാഹു തആലയുടെ സൈന്യം മലക്കുകൾ. ഈമാനിൻ്റെ പകുതി. എന്താണ് ഈമാനിൻ്റെ പകുതി? ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. അടുത്തത്, മുസ്അബ് റളിയല്ലാഹു അൻഹു. മുസ്അബ് റളിയല്ലാഹു അൻഹു എന്തായിരുന്നു? മുസ്ലിം ആയതിൻ്റെ പേരിൽ പീഡനമേറ്റ സഹാബിയാണ് അല്ലേ. അപ്പം മുസ്ലിം ആയതിനാൽ പീഡനമേറ്റു. അപ്പം അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. പിന്നെ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. അപ്പം അതിൻ്റെ ഡി എഴുതാം. വറഖത്ത് ഇബ്നു നൗഫൽ ആരാണ്? ഖദീജ ബീവിയുടെ പിതൃവ്യ പുത്രനാണ്, ബി. അപ്പം അതിൻ്റെ ബി കൊടുക്കാം. അടുത്തതാ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. എന്താണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു? കൂട്ടുകാരൻ സുന്നിയാവണം. ഇത് പറഞ്ഞു. എന്തായിരുന്നു ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം ഇമാം ഗസാലി റഹിമഹുല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തെന്താണ്? റബീഉ ഇബ്നു ഹുസൈൻ. എന്താണ്? തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്ത് ബോധം പോയി. അപ്പോൾ അതിൻ്റെ എ നമുക്കിവിടെ എഴുതാം, ഇതിൻ്റെ ഇ നമുക്കിവിടെ എഴുതി കൊടുക്കാം. അടുത്തതെന്താണ്? വിട്ട ഭാഗം പൂരിപ്പിച്ച് കൊടുക്കണം. എന്താണ്? പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഡാഷ് പോലെയാണ് സത്യവിശ്വാസികൾ. എന്താണ്? ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് സത്യവിശ്വാസികൾ. ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ്, മനസ്സിലാക്കി എഴുതുക. അടുത്തതാ, കഅബക്ക് സമീപം വളച്ചു കെട്ടിയ ഭാഗം ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളച്ചു കെട്ടിയ ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിജ്ർ ഇസ്മായിൽ. ഹിജ്ർ ഇസ്മായിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹിജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്നു. അടുത്തതാ, സ്വർഗം ലഭിക്കണമെങ്കിൽ ഡാഷ് വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. എന്താണ്? ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അടുത്തതാ, ഖുർആൻ അവതരണം ആരംഭിച്ചത് ഡാഷ് 27-നാണ്. എന്താണ്? റമളാൻ 27-നാണ്. ഖുർആൻ അവതരണം ആരംഭിച്ചത് റമളാൻ 27-നാണ്. അടുത്തത്, സജ്ജനങ്ങൾ ഡാഷിൽ വെച്ച് അല്ലാഹു തആലയെ കാണും. എവിടെ വെച്ചിട്ടാണ്? സ്വർഗത്തിൽ വെച്ചിട്ട്. സജ്ജനങ്ങൾ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ കാണും. അപ്പോൾ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ കാണും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത്? അല്ലാഹു തആലയുടെ ലിഖാഹ്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അത് മനസ്സിലാക്കാം. അടുത്തതെന്താണ്? ആൺകുട്ടികൾ തലമുടി ഡാഷ് മുറിച്ചൊതുക്കണം. എന്താണ്? തലമുടി ആൺകുട്ടികൾ തലമുടി ചെറുതായി മുറിച്ചൊതുക്കുക. അപ്പം അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആര്? ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അടുത്തത്,
സ്വർഗം കാക്കുന്ന മലക്കിൻ്റെ പേരെന്ത്? സ്വർഗം കാക്കുന്ന മലക്ക് റിൾവാൻ അലൈഹിസ്സലാം, നരകം കാക്കുന്നത് മാലിക് അലൈഹിസ്സലാം. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിലും വായിച്ചതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ്? ഇത് പിശാചിൻ്റെ സങ്കേതമാണ്. ഏതാണ്? അങ്ങാടി. ശത്രുക്കളുടെ പീഡനത്താൽ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട മഹദി ആരായിരുന്നു? സിന്നീറ റളിയല്ലാഹു അൻഹക്കാണ് കാഴ്ചയുടെ ശക്തി നഷ്ടപ്പെട്ടത്. മുസബർ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു അവരൊക്കെ ഏറ്റ പീഡനമൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ചോദ്യം വരാം. അടുത്ത എന്താണ്? ഉലുൽ അസ്മിൽപ്പെട്ട ഒരു നബിയുടെ പേര്. ഉലുൽ അസ്മുകൾ 5 പേര്: മുഹമ്മദ്, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ്. 5 പേര്. അതിൽ ഉലുൽ അസ്മുൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഇവിടെ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു നബിയുടെ പേര് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം, എഴുതട്ടോ. അപ്പോൾ പഠിക്കുക. അടുത്തത് ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ആരാണ്? സത്യവിശ്വാസികൾ ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഇത് 14ാമത്തെ പാഠത്തു നിന്നാണ്. ഹറാമ് കഴിച്ച് വളർന്ന ശരീരം നരകത്തിന് അർഹതപ്പെട്ടതാണ്. അപ്പോൾ 14ാമത്തെ പാഠത്തുനിന്ന് ഉള്ള ചോദ്യങ്ങൾ വരെ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് അപ്പുറം മറ്റു പാഠങ്ങളിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഹാഫ് ഇയർലി എക്സാം ഈ നടക്കാൻ പോകുന്ന എക്സാം അല്ലാതെ നമുക്ക് ഡിസംബറിലൊക്കെ ആയിട്ട് നടത്തുന്ന എക്സാമിലേക്കൊക്കെ ഉപകാരപ്പെടുത്താവുന്ന ചോദ്യപേപ്പറാണ്. 14 ചാപ്റ്ററൊക്കെ വരുന്നത് മനസ്സിലാക്കുക. അടുത്തത് ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സ്വർഗത്തിലെ 2 അനുഗ്രഹങ്ങൾ എഴുതാനാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആലയെ കാണുക എന്നത്. അതുകൂടാതെ തന്നെ അവിടെ ദുഃഖമില്ല, സന്തോഷം, ഭയമില്ല, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം, മരണമില്ല, ശാശ്വതമായ ജീവിതം മാത്രം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള 2 അനുഗ്രഹങ്ങൾ എഴുതാം. അടുത്തത് അർശിനു സമീപം പ്രകാശിക്കുന്ന മെമ്പർ ലഭിക്കും. ആർക്കാണ്? അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർക്ക്. നമ്മൾ 5ാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർക്കാണ് അർശിന് സമീപം പ്രകാശിക്കുന്ന മെമ്പർ ലഭിക്കുക. മനസ്സിലാക്കുക. അങ്ങയെ അല്ലാഹു തആല ഒരിക്കലും കൈവിടില്ല. ആരോട് പറഞ്ഞതാണ്? ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. ആരോട് പറഞ്ഞതാണെന്ന് വെച്ചാൽ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. ജമ്മിലൂനി എന്നെ പുതപ്പിട്ടു മൂടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ച് സാന്ത്വന വാക്കുകൾ പറഞ്ഞു. അങ്ങയെ അല്ലാഹു തആല ഒരിക്കലും കൈവിടില്ല എന്ന്. അപ്പോൾ അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. മനസ്സിലാക്കട്ടോ. അടുത്തത് എന്താണ്? അല്ലാഹു തആലക്ക് ജായിസായ 2 കാര്യങ്ങൾ എഴുതുക. അല്ലാഹു തആലക്ക് ജായിസായ 2 കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ചോദ്യം മാറിപ്പോയതാണ്. അല്ലാഹു തആലക്ക് വാജിബായ 2 കാര്യങ്ങളാണ്. അതായത് വാജിബായ 20 സിഫത്തുകൾ നമ്മൾ പഠിച്ചു. അല്ലാഹു തആലക്ക് വാജിബായ 20 സിഫത്തുകൾ. അതിൽ നിന്ന് 2 എഴുതാനാണ്. അല്ലാഹു തആലക്ക് ജായിസായ 1 സിഫത്ത് മാത്രമേ ഉള്ളൂ. ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് അവൻ്റെ ജായിസായ സിഫത്ത്. അപ്പോൾ നമുക്കിവിടെ വാജിബായ സിഫത്ത് 2 ചോദിച്ചത്. അപ്പം വുജൂദ്, കിദം, അതങ്ങനെ 2 എഴുതാം. നമ്മൾ 20 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ചോദ്യപേപ്പറിലും പറഞ്ഞതാണ്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. ഇതുപോലെ വരാം. അപ്പോൾ ഇത് ജായിസായതാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ജായിസായ 1 സിഫത്ത് എഴുതാം. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് ഖുറൈമുൽ അസദിയ റളിയല്ലാഹു അൻഹു ചെയ്ത 2 കാര്യങ്ങൾ എഴുതുക. എന്താണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ഖുറൈമുൽ അസദി എത്ര നല്ല മനുഷ്യനാണ്, നീണ്ട മുടിയും ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രവുമില്ലെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞു. ഉടനെ മുടി മുറിച്ചു വസ്ത്രം കണങ്കാലിൻ്റെ മധ്യത്തിലേക്ക് ഉയർത്തി ഉടുത്തു. അപ്പോൾ ഇവിടെ ചെയ്ത 2 കാര്യങ്ങൾ മുടി മുറിച്ചു വസ്ത്രം കണങ്കാലിൻ്റെ മധ്യത്തിലേക്ക് ഉയർത്തി ഉടുത്തു. മനസ്സിലാക്കുക. അടുത്തത് സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ 7 ആയത്തുകളിലെ ആശയം എന്തായിരുന്നു?
സൂറത്തുൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, മൂന്നാമത്തെ പാഠം എന്തായിരുന്നു? പ്രബോധനം തുടങ്ങാനുള്ള ആഹ്വാനമായിരുന്നു ആ വചനങ്ങളിൽ ഉണ്ടായിരുന്നത്. പ്രബോധനം തുടങ്ങാനുള്ള ആഹ്വാനമായിരുന്നു ആദ്യ 7 ആയത്തുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 7 ആയത്തുകളാണ് സൂറത്തുൽ മുദ്ദസ്സിറിൽ നിന്ന് അവതരിച്ചത്. സൂറത്തുൽ അലക്ക്, ഇഖ്റ ബിസ്മി മുതൽ മാലം യാലം 5 ആയത്താണ് ആദ്യം അവതരിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കണം എണ്ണങ്ങളൊക്കെ കേട്ടോ. അടുത്തത് മലക്കുകളിൽ 2 വിഭാഗത്തിൻ്റെ പേര് എഴുതുക. മലക്കുകളിലെ 2 വിഭാഗത്തിൻ്റെ പേര്: അർഷിനെ ചുമക്കുന്നവർ, മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നവർ, പിന്നെ ദിക്റിൻ്റെയും ഇൽമിൻ്റെയും സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ. അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. വഹി എത്തിക്കുന്നവർ, ഇടിയും മിന്നും കാറ്റും ഭക്ഷണവും. അങ്ങനെ അല്ലാഹു തആല മലക്കുകൾക്ക് വിവിധ ജോലികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്, മനസ്സിലാക്കുക. അടുത്തത് ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരുകയോ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരുകയോ ചെയ്യാനാണ് ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് പഠിക്കുക. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ എന്താ വന്നത്? പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട മര്യാദകൾ. എന്തൊക്കെയാണ് പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട മര്യാദകൾ? മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. വീട്, മസ്ജിദ്, വിദ്യാലയം, വായനശാല, ജോലിസ്ഥലം, അങ്ങാടി, കളിസ്ഥലം, പൊതുവാഹനങ്ങൾ തുടങ്ങിയ നാം ബന്ധപ്പെടുന്ന പൊതു ഇടങ്ങളാണ്. ഇവയെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. ഇവിടെയെല്ലാം മര്യാദ പാലിച്ച് ഇടപെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ വഴിയുടെ അവകാശങ്ങൾ, വഴിയരികിൽ ഇരിക്കൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ വഴിയുടെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കുക. ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവം തടയുക, സലാം മടക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നിവയാണ് ആ അവകാശങ്ങൾ. അങ്ങാടിയിലെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോകണം. അപ്പോൾ അതൊക്കെ നമ്മളെ 11ാമത്തെ പാഠം അതിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. പിന്നെ സ്വർഗത്തെക്കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിൻ്റെ കൂടവും പറഞ്ഞിട്ടുണ്ട്. സ്വർഗം അത് അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം, ഭയമില്ല, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം, മരണമില്ല, ശാശ്വതമായ ജീവിതം മാത്രം, ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണം, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ, ഹൂറോയിൻ എന്ന സ്വർഗീയ സുന്ദരികൾ, ഭംഗിയുള്ള വസ്ത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, പ്രൗഢിയുള്ള വാഹനങ്ങൾ, വേണ്ടതെല്ലാം ഇവിടെ ലഭിക്കും. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചിട്ട് എഴുതാം. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ പാഠത്തു നിന്നും വരുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ചോദ്യപേപ്പറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.